നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണോ? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടോ? നാളെ എന്ത് സംഭവിക്കും എന്ന ഭയമുണ്ടോ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ആശങ്കയുണ്ടോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കേൾക്കണം. കാരണം ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ പറഞ്ഞ ചില ലളിതമായ ആശയങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിന് വലിയൊരു ആശ്വാസമാകാം. ഇന്ന് മനസ്സിന് സമാധാനം ലഭിക്കാൻ സഹായിക്കുന്ന ബുദ്ധൻ്റെ 5 പ്രധാന ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാം. 1. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധൻ്റെ ഉപദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അനിച്ച് ഇംപെർമനൻസ്, അതായത് ഒന്നും സ്ഥിരമല്ല. നമ്മുടെ സന്തോഷം മാറും, ദുഃഖം മാറും, ബന്ധങ്ങൾ മാറും, സാഹചര്യങ്ങൾ മാറും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്നേക്കുമായി ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഒരു മോശം സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വയം ഓർമ്മിപ്പിക്കുക, ഇതും കടന്നു പോകും. അതുപോലെ തന്നെ നല്ല സമയത്തും എല്ലാം എന്നേക്കുമായി തുടരും എന്ന് കരുതി അമിതമായി പിടിച്ചു നിൽക്കരുത്. മാറ്റത്തെ അംഗീകരിക്കാൻ പഠിക്കുമ്പോൾ മനസ്സിലെ പല പല ഭയങ്ങളും കുറയാൻ തുടങ്ങും. 2. എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുത്തുന്നത് സംഭവിച്ചതുകൊണ്ടല്ല, സംഭവിച്ചത് നമ്മുടെ ഇഷ്ടം പോലെ ആയില്ല എന്നതുകൊണ്ടാണ്. മറ്റൊരാൾ എന്ത് ചിന്തിക്കുമെന്ന് നമുക്ക് നിയന്ത്രിക്കാനാവില്ല. മറ്റൊരാൾ എങ്ങനെ പെരുമാറുമെന്നും നമുക്ക് നിയന്ത്രിക്കാനാവില്ല. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നും പൂർണ്ണമായി നിയന്ത്രിക്കാനാവില്ല. പക്ഷേ ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട്: ഒരു സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത്. അതുകൊണ്ട് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിന് പകരം മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. അവിടെയാണ് മനസ്സിൻ്റെ ശക്തി തുടങ്ങുന്നത്. 3. ആഗ്രഹവും പിടിച്ചുപറ്റലും ദുഃഖത്തിന് കാരണമാകാം. നമുക്കെന്തെങ്കിലും വേണം, അത് കിട്ടിയില്ലെങ്കിൽ വിഷമം, കിട്ടിയാൽ അത് നഷ്ടപ്പെടുമോ എന്ന പേടി, നഷ്ടപ്പെട്ടാൽ വീണ്ടും വിഷമം. ഇങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും പ്രശ്നം വസ്തുവിൽ മാത്രമല്ല, അതിനെ നമ്മൾ എത്രത്തോളം പിടിച്ചുപറ്റുന്നു എന്നതിലാണ്. പണം വേണം, വിജയം വേണം, മറ്റുള്ളവരുടെ അംഗീകാരം വേണം, ഒരു പ്രത്യേക വ്യക്തി എപ്പോഴും നമ്മോടൊപ്പം വേണം. ആഗ്രഹങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം: എനിക്ക് ഇത് വേണം എന്നത് ഇത് ഇല്ലാതെ ഞാൻ സന്തോഷിക്കില്ല എന്നായി മാറുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ആവശ്യവും ആസക്തിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. 4. സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ ശരിയായ സംസാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു വാക്ക് പറയുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക: ഇത് സത്യമാണോ? ഇത് ഉപകാരപ്പെടുമോ? ഇത് കരുണയോടെ പറയാനാകുമോ? ഇത് പറയാനുള്ള ശരിയായ സമയമാണോ? കാരണം ചില വാക്കുകൾ നമ്മൾ മറന്നുപോകും, പക്ഷേ മറ്റൊരാളുടെ മനസ്സിൽ ആ വാക്കുകൾ വർഷങ്ങളോളം കിടന്നേക്കാം. അതുകൊണ്ട് എല്ലാ സത്യവും പറയേണ്ടതില്ല എന്നല്ല, സത്യം പറയുമ്പോഴും കരുണയും സമയവും പരിഗണിക്കണം. മനസ്സിന് സമാധാനം വേണമെങ്കിൽ ആദ്യം നമ്മുടെ വാക്കുകൾക്ക് സമാധാനം വരണം. 5. മനസ്സിനെ പരിശീലിപ്പിക്കുക. പുറത്തുള്ള ലോകത്തെ മുഴുവൻ മാറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷേ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ കഴിയും. ഒരു പ്രശ്നം വന്നപ്പോൾ ഉടനെ പ്രതികരിക്കുന്നതിന് പകരം ഒന്ന് നിർത്തുക, ഒരു ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കോപമാണോ? ഭയമാണോ? അസൂയയാണോ? ആശങ്കയാണോ? അത് ഉടനെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല. ആദ്യം അത് ശ്രദ്ധിക്കുക. മനസ്സിനെ ശ്രദ്ധിക്കാൻ പഠിക്കുമ്പോൾ ഓരോ ചിന്തയ്ക്കും പിന്നാലെ ഓടേണ്ടതില്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാന ആശയങ്ങളിലൊന്ന്. അപ്പോൾ മനസ്സിൻ്റെ സമാധാനത്തിനായി ഓർത്തുവെക്കേണ്ട ആ 5 കാര്യങ്ങൾ: 1. എല്ലാം മാറും. 2. എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. 3. അമിതമായ ആസക്തി ദുഃഖത്തിന് കാരണമാകാം. 4. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. 5. നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. ബുദ്ധൻ്റെ ഉപദേശങ്ങളുടെ ലക്ഷ്യം വെറും നല്ല വാക്കുകൾ കേൾക്കുക എന്നതല്ല, അവ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക എന്നതാണ്. ഇന്നു മുതൽ ഒരു ചെറിയ കാര്യം മാത്രം പരീക്ഷിക്കൂ. നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വയം ചോദിക്കുക: ഇത് എൻ്റെ നിയന്ത്രണത്തിലാണോ? അല്ലെങ്കിൽ ഇത് ഞാൻ വിട്ടുകൊടുക്കേണ്ട സമയമാണോ?
ചിലപ്പോൾ സമാധാനമെന്നത് പുതിയതായി എന്തെങ്കിലും നേടുന്നതല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് ചില ഭാരങ്ങൾ താഴെ വയ്ക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മനസ്സിന് സമാധാനം നൽകുന്ന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം സമാധാനത്തോടെ.